നിനക്ക് അങ്ങനെയാണോ തോന്നിയത്? അപ്പോ നിനക്ക് അച്ഛനെ ഇനിയും മനസ്സിലായിട്ടില്ല? എനിക്ക് എല്ലാവരെയും നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഔട്ട് ഹൗസിൽ താമസിക്കേണ്ടി വന്നത്. സ്നേഹ, മതി. അച്ഛനോട് ഇങ്ങനൊന്നും പറയരുത്. അവള് പറയട്ടെ. അല്ലെങ്കിലും മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നതാണല്ലോ ചില മക്കളുടെ സന്തോഷം. പണ്ട് ഏതോ ഒരു മുതലാളി വീടിന്റെ മുറ്റത്ത് എല്ലാ ദിവസവും പിച്ചക്കാർക്ക് അന്നദാനം നടത്തിയിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ഒരുപാട് പേര് അവിടെ വന്ന് ആഹാരവും കഴിക്കും. ഞങ്ങളിപ്പോ ഏതാണ്ട് അതേ അവസ്ഥയില, അല്ലേ അച്ഛാ? കൊള്ളാം, അത് കലക്കി. ഇത് സേതുമാധവന്റെ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ട്. സ്നേഹ, ഇത് കുറച്ച് കൂടിപ്പോയി. നീ അച്ഛനോട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അച്ഛൻ നമ്മളെ ഔട്ട് ഹൗസിലെങ്കിലും താമസിക്കാനായിട്ട് സമ്മതിച്ചില്ലേ? അത് തന്നെ അച്ഛന്റെ വലിയ മനസ്സല്ലേ? ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ സ്നേഹിക്കുന്നോടുള്ള ഇഷ്ടം കാരണം എനിക്ക് വേറെ വഴിയില്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാറിന്റെ വിഷമം എനിക്കറിയാം. സ്നേഹം ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞതാണ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാമെന്ന്. പക്ഷേ സാറിന് ഇവളോടുള്ള സ്നേഹം എത്ര വലുതാണെന്നുള്ളത് എനിക്കറിയാം. ഇവളെ ഓർത്ത് സാർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ സാറിന് ഉറപ്പു തരാം, ഞാൻ കാരണം ഒരിക്കലും സ്നേഹ ദുഃഖിക്കേണ്ടി വരില്ല. സാറിന്റെ മകൾ എന്നും സാറിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാ. ജനിക്കുമ്പോൾ മുതല് മക്കൾക്ക് വേണ്ടി അവർ കരുതി വയ്ക്കും. ഒരുപാട് സ്വപ്നങ്ങൾ കാണും, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ. അച്ഛന്മാർക്ക് ആൺകുട്ടികളെക്കാൾ കരുതലും സ്നേഹവും പെൺകുട്ടികളോട് തന്നെയാ. എല്ലാവർക്കും മനസ്സിലായാലും അത് അവർക്ക് മാത്രം മനസ്സിലാവില്ല. നിന്റെ വിവാഹം ഈ നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഉത്സവം പോലെ ആർഭാടമായി നടത്തണമെന്ന് വിചാരിച്ച ആളാ ഞാൻ. പക്ഷേ അതിനുള്ള അവസരം നീ എനിക്ക് തന്നോ? അതിന് വേണമെങ്കിൽ ഇനിയും അവസരമുണ്ട്. എല്ലാവരും കൂടി അറിഞ്ഞ് ഇവളെ ഒന്നുകൂടി കെട്ടാൻ ഞാൻ തയ്യാറാ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇതിനകത്ത് സൗകര്യങ്ങളൊക്കെ കുറവാണെന്ന് അച്ഛൻ അറിയാൻ മോളെ. ആര് തള്ളി പറഞ്ഞാലും നിന്നെ അച്ഛൻ തള്ളിപ്പറയില്ല. നിന്റെ കാര്യത്തിലാ അച്ഛന് ഏറ്റവും കൂടുതൽ കരുതലുള്ളത്. അത് മറ്റാരെക്കാളും നന്നായിട്ട് നിനക്കറിയാം. നിന്റെ ഏട്ടന്മാർക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹ കൂടുതലുകൊണ്ടാ നിനക്ക് ഈ ചെറിയ ശിക്ഷ തന്നത്. ജീവിതം നീ കാണുന്നതല്ല മോളെ. നിന്നെ നെല്ലിശ്ശേരി വീടിനകത്ത് താമസിപ്പിക്കണമെന്ന് തന്നെയാ അച്ഛനാഗ്രഹം. പക്ഷേ നിന്റെ ഏട്ടന്മാരുടെ വിഷമം മാറാതെ അതിന് സാധിക്കില്ല. നിന്നോടുള്ള കരുതലും സ്നേഹവും കൊണ്ട് തന്നെയാ അർച്ചനയെ കൊണ്ട് നിന്നെ തിരിച്ചു വിളിപ്പിച്ചത്. അച്ഛൻ്റെ മോള് എന്നും അച്ഛൻ്റെ കൺമുമ്പിൽ തന്നെ വേണം. സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അച്ഛനെ കാണണം. ഈ അച്ഛനെ നിനക്ക് എന്തെങ്കിലും മനസ്സിലാവും. കൊള്ളാം, നല്ല ഒന്നാം തരം സെന്റി ഡയലോഗ്. നിന്റെ അച്ഛന് പെണ്ണുങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയാം. നിന്റെ അച്ഛമ്മന്റെ അമ്മയെ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്?
ആയിരിക്കും. ഇതുപോലെ നല്ല ഡയലോഗ് പറഞ്ഞായിരിക്കും അമ്മയും വീഴ്ത്തിയത്. അതൊക്കെ പോട്ടെ, നിന്റെ അച്ഛന് നിന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. കണ്ട 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 നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഇത് മതി. ഇതാണ് നമ്മുടെ ട്രംപ് കാർഡ്. ഇനി നമുക്ക് നെല്ലിശ്ശേരിക്ക് അകത്തോട്ട് കയറാൻ ഒരു പ്രയാസവുമില്ല. എനിക്കിനി അതിൻ്റെ അകത്ത് കയറണ്ടെങ്കിലോ? അങ്ങനെ പറയരുത്. ഈ വീട് നിന്റെയും കൂടിയാ, നിനക്കും കൂടി അവകാശപ്പെട്ടത്. എനിക്ക് ഒരു അവകാശവും വേണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാ മതി. കണ്ടില്ലേ പിച്ചക്കാർക്ക് കൊടുക്കുന്നത് പോലെ ആഹാരം കൊണ്ടുവന്നത്? അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വിളിച്ച് അകത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയിരുത്തി ഭക്ഷണം തരില്ലായിരുന്നോ? ഇന്ന് നിന്നെ ഔട്ട് ഹൗസിലേക്ക് തള്ളിവിട്ടവർ നാളെ നിന്നെ അംഗീകരിക്കും. അങ്ങനെ എന്നെ മാത്രം ഇപ്പൊ അംഗീകരിക്കണ്ടെങ്കിലോ? എന്റെ ഭർത്താവിനെയും കൂടി അംഗീകരിക്കാമെങ്കിൽ മാത്രം മതി എനിക്ക് അവരുടെയൊക്കെ സ്നേഹം. അവരെന്നെ അംഗീകരിക്കും. ആ ദിവസത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ കാത്തിരിപ്പ്. നീ ഭക്ഷണം എടുത്തു വയ്ക്കുക, നല്ല വിശപ്പ്. എന്റെ പൊന്നു മോളെ, നിന്നെ മുന്നിൽ നിർത്തി തന്നെ ഞാൻ നെല്ലിശ്ശേരി വീടിനകത്ത് കയറും. അതെന്റെ വാശിയാ.